ഗുഡ് ഈവനിങ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 3 പ്രോബ്ലവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇത് ഈ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല, സെയിം പ്രോസസ്സ് തന്നെയാണ് വരുന്നത്. അതായത് കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ, എമൗണ്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ്, പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, അത് തന്നെയാണ് വരുന്നത്. അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല കേട്ടോ. എനിവേ, അതിന് മുന്നേ ആയിട്ട് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാലൻസ് ഷീറ്റിൻ്റെ കേസല്ലേ, സോ അസറ്റും ലയബിലിറ്റി, അതുപോലെ തന്നെ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, നോൺ കറണ്ട് ഐറ്റംസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ ഏതിൻ്റെ അണ്ടറിലാണ് ഓരോന്നും വരുന്നത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കണം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം, എന്നാൽ മാത്രമേ ഈ പ്രോബ്ലം നമുക്ക് പ്രോപ്പറായിട്ട് അങ്ങ് വർക്കൗട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. മേ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും അസറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് 2 കോളായിട്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരൊറ്റൊരു പെർട്ടിക്കുലറിൻ്റെ കോളത്തിലോട്ട് മാറ്റിയിട്ട് അസറ്റിൻ്റെ ടോട്ടലും ലയബിലിറ്റീൻ്റെ ടോട്ടലും കാണണം. അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ഓരോന്നിൻ്റെ ഹെഡിങ്ങിൻ്റെ കീഴിലോട്ടാക്കണം. അതായത് ലയബിലിറ്റീസിൻ്റെ കേസിലാണെങ്കിൽ അതിൽ തന്നെ വരുന്നുണ്ട് എന്ത്, ഇക്വിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ നോൺ കറണ്ട് ഐറ്റംസ് വരുന്നുണ്ട്, കറണ്ട് ലയബിലിറ്റീസ് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് വായിക്കുക നമ്മളെന്ത് കാണണ്ടേ, ടോട്ടൽ ലയബിലിറ്റി കാണണ്ടേ. ഇനിയിപ്പോൾ അസറ്റിൻ്റെ കേസിൻ്റെ ആണെങ്കിലോ നോൺ കറണ്ട് അസറ്റ് ഉണ്ടായിരിക്കും, കറണ്ട് അസറ്റ് ഉണ്ടായിരിക്കും, ഫിക്സഡ് അസറ്റ്, അങ്ങനെ കുറേ ഹെഡിങ് വരുന്നുണ്ടായിരിക്കും. അതിൻ്റെ താഴെ ഓരോരോ ഓരോരോ എമൗണ്ടും ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഓരോന്നും എന്തിൻ്റെയൊക്കെ അണ്ടറിലാണ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയ പിന്നെ ഈസിയാണ് ഇത് ചെയ്യാൻ. പ്രത്യേകിച്ച് ഒരേ ഫോട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാനില്ല. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചൊരു കുട്ടിക്ക് ഇത് ഐ തിങ്ക് അതിനേക്കാൾ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് അതൊക്കെ എന്താണെന്ന് നോക്കാം. ഈ കറണ്ട് അസറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക, അതിൽ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ ഐറ്റംസിന് നമുക്ക് വേണേൽ കറണ്ട് അസറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇപ്പോൾ കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ് ഇത് സ്റ്റോക്ക് വിറ്റാൽ നമുക്ക് എന്ത് ആക്കാം, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാം. ഓക്കെ, 1 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സ്റ്റോക്ക് വിറ്റിട്ട് നമുക്ക് എന്താക്കാം, ക്യാഷാക്കി മാറ്റാം. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ്, അവർ നമുക്ക് ക്യാഷ് തരാനുണ്ടെങ്കിൽ നമുക്ക് വേഗം അവർ തരും, 1 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ക്യാഷ് തരും. അതുപോലെ തന്നെ ക്യാഷ്, ബാങ്ക് ബാലൻസ്, അതിനൊക്കെ നമുക്ക് കറണ്ട് അസറ്റിൽ ഉൾപ്പെടുത്താം. പിന്നെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക അതിൽ, ഈ ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുപോലെ തന്നെ ബിൽഡിംഗ് ഒക്കെ എന്താണ് ഫിക്സഡ് അസറ്റിൽ വരും. ഓക്കെ, ഇനി നോൺ കറണ്ട് അസറ്റും അതുപോലെ തന്നെ പ്രിമൈസസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിറ്റിങ്സ്, അതൊക്കെ എന്താണ് ഈ നോൺ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ് അതൊക്കെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ലയബിലിറ്റീൻ്റെ കേസ്. ലയബിലിറ്റീൻ്റെ കേസിൽ അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ്. ഈ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊടുത്ത് തീർത്ത് ഒഴിവാക്കേണ്ടതാണ് ഈ കറണ്ട് ലയബിലിറ്റീസ്. അതായത് 1 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഈ കറണ്ട് ലയബിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ടാക്സ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതൊക്കെ നമുക്ക് എന്താക്കാം. അതുപോലെ ഈ ഷോർട്ട് ടേം ലോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ, അതൊക്കെ ഈ കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നതാണ്. പിന്നെ വേറൊരു ഹെഡിങ് ആണെന്ത്, ഇക്വിറ്റിയിൽ വരുന്നതാണ് എന്തൊക്കെ, നമ്മുടെ ഇക്വിറ്റി ആൻഡ് ഷെയർ ക്യാപിറ്റലിന് കിട്ടില്ല. അതായത് ഇക്വിറ്റി ഷെയർസും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസൊക്കെ അതിൻ്റെ അണ്ടറിലാണ് വരിക, ഇക്വിറ്റീൻ്റെ അണ്ടറിൽ. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ റിസർവ്സ് ആൻഡ് സർപ്ലസും അതിൽ തന്നെ വരുന്നത്. കാരണം എന്താ, അതൊക്കെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് കൊടുക്കാനുള്ളതാണ്. സോ ഈ ഇക്വിറ്റീൻ്റെ അതുപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ഒക്കെ ടോട്ടൽ എമൗണ്ട് നമ്മൾ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക ചെയ്യാം. പിന്നെ നോൺ കറണ്ട് ഐറ്റംസ് ആണ് ഡിബഞ്ചേഴ്സ് ഒക്കെ. ഓക്കെ, പിന്നെ കറണ്ട് ലയബിലിറ്റീസ് തന്നെയാണ് ഈ പറഞ്ഞ ഐറ്റംസ്. എന്നിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ ലയബിലിറ്റി കാണുക, ടോട്ടൽ അസറ്റ് കാണുക. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഹെഡിങ്ങിന് താഴെ എന്തൊക്കെയാണോ വരുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് എഴുതുക, എന്നിട്ട് അത് ബാലൻസ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ ലയബിലിറ്റി കാണുക. അതുപോലെ തന്നെ അസറ്റിൻ്റെ കേസിലും ഓരോന്നിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണോ വരുന്നത് അത് ടോട്ടൽ ചെയ്യുക, എന്നിട്ട് എന്ത് കാണാം, എമൗണ്ട് കാണാം, ടോട്ടൽ അസറ്റ് കാണാം. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ആദ്യം ഇതിൻ്റെ ഇത് പറഞ്ഞില്ലല്ലോ അല്ലേ, ഓക്കെ ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്നുള്ളത്. ഇതാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. എ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഷോ ദ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ്
ഓണേഴ്സ് ഇക്വിറ്റി ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് അറ്റ് ദി ബിഗിനിങ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരിയഡ് with the increase and decrease in the absolute data in terms of rupees and percentage. അതായത് കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അസറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു എൻ്റർപ്രൈസിൽ ഓണേഴ്സിൻ്റെ ഇക്വിറ്റി അത് എത്രത്തോളം ഉണ്ടാവും, അത് ആദ്യം അവസാനം ബിഗിനിങ് ആൻഡ് എൻഡിലും ഉണ്ടായിരിക്കും. വിത്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്, അത് ഇൻക്രീസ് ചെയ്താണോ അതോ അല്ലെങ്കിൽ അത് ഡിക്രീസ് ചെയ്തതാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽ പെർസെൻറ്റേജ് ആയിട്ടും റുപ്പീസ് ആയിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കും. എ സിംഗിൾ ബാലൻസ് ഷീറ്റ് ഫോക്കസ് ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദി ഫേം ആസ് ഓൺ പെർട്ടിക്കുലർ ഡേറ്റ്, വൈൽ എ കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റ് ഫോക്കസ് ഓൺ ദി ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ വൺ അക്കൗണ്ടിങ് പീരിയഡ്. അതാണ് കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് മെജോ കെമിക്കൽ ലിമിറ്റഡ് ആസ് ഓൺ 31st March 2019 ആൻഡ് 2010 പ്രിപ്പയർ കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇതാണ് ബാലൻസ് ഷീറ്റ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, ഇത് ലയബിലിറ്റിയും ഇത് അസറ്റ്സും. ഓക്കെ, കറണ്ട് ലയബിലിറ്റി, റിസേർവ്സ്, 12% ലോണ്, ഷെയർ ക്യാപിറ്റൽ 2009, 2010 പെർട്ടിക്കുലർ. ഓക്കെ, ഇതാണ്. മേ ബി ഇതിങ്ങനെ താഴോട്ടും ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ പോലെ തന്നെയാണ് എഴുതുക. പെർട്ടിക്കുലർ കോളം 2009 ഒരു എമൗണ്ട് കോളം, 2010 എമൗണ്ട് കോളം, പിന്നെ എമൗണ്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ്, പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി ആദ്യം നമുക്ക് അസറ്റിൻ്റെ കേസ് എഴുതാം. ഇതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ ഫിക്സഡ് അസറ്റ് 2009 12 ലക്ഷം, 2010 18 ലക്ഷമായിരുന്നു. ഇവിടെ ഇൻക്രീസ് വന്നിട്ടില്ലേ? 18 ലക്ഷം മൈനസ് 12 ലക്ഷം, കറൻറ്റ് ഇയറിൽ നിന്നും പ്രീവിയസ് ഇയർ മൈനസ് ചെയ്താൽ പ്ലസ് 6 ലക്ഷമാണ് വരിക. ഓക്കെ, 6 ലക്ഷം വന്നു. ഇനി ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസിന് അതിനും ചെയ്യുന്നില്ല. അതെങ്ങനെയാണ്? 6 ലക്ഷം ഡിവൈഡഡ് ബൈ 12 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ ടു 50%. ഓക്കെ, നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത് ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ഈ ഫിക്സഡ് അസറ്റിൽ നിന്നും മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ 2 ലക്ഷം 3 ലക്ഷം. ഓക്കെ, ഇവിടെ 2 ലക്ഷം, ഇവിടെ 3 ലക്ഷം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എമൗണ്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് 1 lakh. അപ്പോൾ നമ്മളിവിടെ 1 lakh എഴുതി. അപ്പോൾ എന്നിട്ട് ഈ 50% എങ്ങനെ കിട്ടിയ? 1 ലക്ഷം ഡിവൈഡഡ് ബൈ 2 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ ടു പ്ലസ് 15. ഓക്കെ, അങ്ങനെ അത് കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തു? നെറ്റ് ഫിക്സഡ് അസറ്റ് കാണാൻ, അതായത് ഫിക്സഡ് അസറ്റിൻ്റെ ടോട്ടൽ. ഓക്കെ, ഫിക്സഡ് അസറ്റിൻ്റെ ടോട്ടൽ എങ്ങനെയാണ് കണ്ടേ? ഡിപ്രീസിയേഷൻ വന്നത് മൈനസ് ചെയ്തു ഫിക്സഡ് അസറ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് നെറ്റ് ഫിക്സഡ് അസറ്റ് കിട്ടി. അതായത് 12 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം മൈനസ് ചെയ്തു. ഇത് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് അല്ലേ, 10 ലക്ഷം. 18 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം മൈനസ് ചെയ്തു, 15 ലക്ഷം. പിന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ എഴുതിയ 5 ലക്ഷം. അപ്പോൾ 5 ലക്ഷം കിട്ടി. 5 ലക്ഷം ഡിവൈഡഡ് ബൈ 10 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ ടു 50%. ഓക്കെ, ഇതാണ്. ഇനി ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കറണ്ട് അസറ്റിൻ്റെ കേസ്. കറണ്ട് അസറ്റ് എന്തൊക്കെയാണ്? 5 ലക്ഷം 9 ലക്ഷം. സോ കറണ്ട് അസറ്റ് നമ്മളിവിടെ എഴുതി 5 ലക്ഷം 9 ലക്ഷം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എമൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 4 ലക്ഷം. അത് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. പിന്നെ ഇതെങ്ങനെയാണ് വന്നത്? 4 ലക്ഷം ഡിവൈഡഡ് ബൈ 5 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ ടു 80%. ഓക്കെ, 4 ലക്ഷം ഈ നമുക്ക് വന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഇൻക്രീസ് ആയതല്ലേ. എമൗണ്ട് ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് ഇൻറ്റു 100 ഈക്വൽ ടു 80%. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ അസറ്റ് കാണാം. ഈ ടോട്ടൽ അസറ്റ് കാണൽ എങ്ങനെയാണ്? അതായത് ഇവിടെ ഇപ്പോൾ ഫിക്സഡ് അസറ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ എന്ത് കിട്ടി? ഒറിജിനൽ വാല്യൂ കിട്ടി. അതാണ് ഈ നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റ് ഫിക്സഡ് അസറ്റിനോട് കറണ്ട് അസറ്റ് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റിൻ്റെ എന്ത് ചെയ്യും? വാല്യൂ കിട്ടും. അതായത് 10 ലക്ഷം പ്ലസ് 5 ലക്ഷം ഈക്വൽ ടു 15 ലക്ഷം. 15 ലക്ഷം പ്ലസ് 9 ലക്ഷം ഈക്വൽ ടു 24 ലക്ഷം. ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 9 lakh എന്ന് പറയുന്നത്. 9 lakh ഡിവൈഡഡ് ബൈ 15 lakhs ഇൻറ്റു 100 ഈക്വൽ ടു 60%. ഓക്കെ, പ്ലസ് ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റ് കിട്ടി. നമുക്ക് ലയബിലിറ്റീൻ്റെ കേസ് നോക്കാം. ഇവിടെ ലയബിലിറ്റി പറഞ്ഞിട്ടുള്ളത് കറണ്ട് ലയബിലിറ്റി, റിസേർവ്സ്, 12% ലോണ്, ഷെയർ ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ റിസേർവ്സ് ഒക്കെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ളതാണ്. സോ നമ്മളിവിടെ ഷെയർ ക്യാപിറ്റൽ ആദ്യം എഴുതുക. ഷെയർ ലയബിലിറ്റിന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഷെയർ ക്യാപിറ്റൽ എത്ര? ഇവിടെ 5 ലക്ഷം 10 ലക്ഷം. 5 ലക്ഷം 10 ലക്ഷം.
അപ്പോൾ 5 ലക്ഷം 10 ലക്ഷം. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? 5 ലക്ഷം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 ലക്ഷം. അപ്പോൾ 5 ലക്ഷം ഡിവൈഡഡ് ബൈ 5 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ ടു 100. ഓക്കെ. പിന്നെ റിസേർവ്സ് ഇതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യാൻ വേണം. അപ്പോൾ റിസേർവ്സ് എന്ന് പറയുമ്പോൾ 3 ലക്ഷം 2 ലക്ഷം. അപ്പോൾ റിസേർവ്സ് 3 ലക്ഷം, ഇത് 2 ലക്ഷം. അപ്പോൾ ഇതാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഓക്കെ. ഇവിടെ പ്രീവിയസ് ഇയർ അല്ലേ കൂടുതൽ, ഇവിടെ കറൻറ്റ് ഇയർ കുറവല്ലേ വന്നത്? 3 ലക്ഷത്തിനേക്കാളും കുറവാണ് 2 ലക്ഷം. അതായത് പ്രീവിയസ് ഇയറിനേക്കാളും കുറവാണ് കറൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 2 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം മൈനസ് ചെയ്താൽ -1 ലക്ഷം വരും. ഓക്കെ. ഈ -1 ലക്ഷം ഡിവൈഡഡ് ബൈ 3 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ ടു -33.33 വരും. ഓക്കെ. അതാണ് എന്ത് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണത്? പ്ലസ് ചെയ്യണം. ഓക്കെ. ഇതെന്താ പ്ലസ് ചെയ്യാൻ കാരണം? ഈ ഷെയർ ക്യാപിറ്റലും റിസേർവ്സും നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്ലസ് ചെയ്യണം. അതായത് 5 ലക്ഷം പ്ലസ് 3 ലക്ഷം ഈക്വൽ ടു 8 ലക്ഷം. 10 ലക്ഷം പ്ലസ് 2 ലക്ഷം ഈക്വൽ ടു 12 ലക്ഷം. അപ്പോൾ ഈ 8 ലക്ഷം 12 ലക്ഷം കൂടെ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ എഴുതി 4 ലക്ഷം. കാരണം എന്താ? കറൻറ്റ് ഇയറിലാണ് കൂടുതൽ. കറൻറ്റ് ഇയറിൽ 12 ലക്ഷമാണ്. ഓക്കെ. 4 ലക്ഷം. പിന്നെ 4 ലക്ഷം ഡിവൈഡഡ് ബൈ 8 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ ടു 50%. അതാണ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി ഇവിടെ വേറെ എന്താ പറഞ്ഞിട്ടുള്ളത്? 12% ലോണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ലോൺ എഴുതാം. ലോൺ എഴുതുമ്പോൾ 12% ലോണ് വന്നിട്ടുള്ളത് 5 ലക്ഷം 8 ലക്ഷം. അപ്പോൾ നമ്മൾ 5 ലക്ഷം എഴുതി, പിന്നെ ഇവിടെ 8 ലക്ഷം എഴുതി. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഡിഫറൻസ് വന്നിട്ടുണ്ട് 3 ലാക്ക്. അപ്പോൾ 3 ലാക്ക് ഡിവൈഡ് ബൈ 5 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ ടു പ്ലസ് 60%. ഓക്കെ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കറണ്ട് ലയബിലിറ്റീസ് വന്നിട്ടുണ്ട് 2 ലക്ഷം 4 ലക്ഷം. സോ 2 ലക്ഷം 4 ലക്ഷം, ഇവിടെ എന്തൊരു പ്ലസ് 2 ലക്ഷം വരും. കാരണം കറൻറ്റ് ഇയറിലാണ് എന്തുള്ളത്? ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ലക്ഷം വരും. അപ്പോൾ 2 ലക്ഷം ഡിവൈഡ് ബൈ 2 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ ടു 100. ഓക്കെ. 100% നമുക്ക് കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ബോറോവ്ഡ് ഫണ്ടായിട്ട് പറയാം. ഓക്കെ. ഇത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്, ഇത് ബോറോവ്ഡ് ഫണ്ട്. അപ്പോൾ 5 ലക്ഷം പ്ലസ് 2 ലക്ഷം 7 ലക്ഷം 8 പ്ലസ് ലക്ഷം പ്ലസ് 4 ലക്ഷം പ്ലസ് 12 ലാക്ക് 3 ലക്ഷം പ്ലസ് 2 ലക്ഷം. അല്ല, ഇത് കൂട്ടണ്ട, ഇത് നമുക്ക് നോക്കാം. ഇത് കൂട്ടിയാൽ ഇവിടെ തെറ്റും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? 5 ലക്ഷം പ്ലസ് 2 ലക്ഷം 7 ലക്ഷം 8 ലക്ഷം പ്ലസ് 4 ലക്ഷം 12 ലക്ഷം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിഫറൻറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. 12 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷം പോയാൽ എത്ര കിട്ടും? 5 ലക്ഷം കിട്ടും. പിന്നെ അപ്പോൾ ഈ 5 ലക്ഷത്തിൻ്റെ പെർസെൻറ്റേജ് കാണാൻ 5 ലക്ഷം ഡിവൈഡഡ് ബൈ 7 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ ടു 71.43% നമുക്കപ്പോൾ കിട്ടും. ഓക്കെ. ബോറോഡ് ഫണ്ട്. ഇനി നമുക്ക് എന്ത് കാണാം? ടോട്ടൽ ലയബിലിറ്റി കാണാം. ടോട്ടൽ ലയബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും ഈ ബോറോഡ് ഫണ്ടും കൂടെ പ്ലസ് ചെയ്യുക. അതായത് 8 ലക്ഷം പ്ലസ് 7 ലക്ഷം 15 ലക്ഷം, 12 ലക്ഷം പ്ലസ് 12 ലക്ഷം 24 ലക്ഷം, 24 ലക്ഷം മൈനസ് 15 ലക്ഷം 9 ലക്ഷം. ഇതാണ് എന്ത് പറയുന്നത്? കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പോലെ തന്നെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ ഓരോന്നിൻ്റെ ഏതിൻ്റെ കണ്ടറിലാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇന്നേഷം ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. എത്ര തന്നെയുള്ളൂ. അതായത് ഫിക്സഡ് അസറ്റ് ആദ്യം എഴുതുക, അതിനുശേഷം പിന്നെ ലയബിലിറ്റി എഴുതുക. ഓക്കെ. ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും തോന്നുന്നുണ്ട്. ഓക്കെ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ PDF ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ കമ്പാരിറ്റീവിൻ്റെ കഴിഞ്ഞില്ലേ, അപ്പോൾ ഇതിൻ്റെ ഒരുമിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കോമൺ സൈസിൻ്റെ ഞാൻ അതിൻ്റെ പ്രോബ്ലംസ് കഴിഞ്ഞിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.